എൻ്റെ മനസ്സിങ്ങനെ പറയായിരുന്നു, പിതാവ് യാത്രയാവുകയാണ്, ഇതിൻ്റെ അവസാന നിമിഷം. അപ്പം ഞാനിങ്ങനെ പിതാവിനിങ്ങനെ വരുമ്പോൾ ഞാൻ ഉടനെ പിതാവിനോട് പറയായിരുന്നു, തോത്തൂസ് തൂസ് മരിയ. പിതാവ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന അമ്മ മറിയമ്മേ ഞാൻ മുഴുവനും നിൻ്റേതാണെന്നുള്ളത് ജോൺ പോൾ മാർപ്പാപ്പ പറഞ്ഞു. അതായിട്ട് അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് പിതാവിൻ്റെ ചെവിയിൽ പറയും, പിന്നെ എൻ്റെ അമ്മ എൻ്റെ ആശ്രയമേ. അപ്പം ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ദിവസം ഒരു സിസ്റ്റർ ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ച് പറയുന്നു, മാതാവിനെ കൈവിരിച്ച് പിടിച്ച് നിൽപ്പുണ്ട്. അപ്പം ഞാൻ പിതാവിനോട് പറയും, മാതാവിൻ്റെ കാര്യം പറഞ്ഞാൽ പിതാവിന് എവിടുന്ന ഒരു ശക്തി ഉണർവും വരുന്നതെന്ന് എനിക്കറിയത്തില്ല. അപ്പം ഞാൻ പറയും, പിതാവ് ഒന്നുകൊണ്ടും പിതാവ് പേടിക്കണ്ട, മാതാവ് കൈവിരിച്ച് പിടിച്ച് നിൽപ്പുണ്ട്. അപ്പോൾ പിതാവിൻ്റെ എല്ലാ വിഷമവും ബുദ്ധിമുട്ടും ഈ വേദന എല്ലാം അമ്മ എടുത്ത് ഈശോയ്ക്ക് കൊടുത്തോളും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ തോത്തൂസ് തൂസ് മാരിയ അമ്മേ ഞാൻ മുഴുവനും നിൻ്റേതാണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിതാവ് നല്ലപോലെ കണ്ണ് തുറന്ന് ഇങ്ങനെ അങ്ങ് നോക്കിയേ. അപ്പോൾ അവിടെ നോക്കുമ്പോൾ അതിന് മുകളിലൊരു മാതാവിൻ്റെ രൂപം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പിതാവ് ഇടയ്ക്ക് ആ മാതാവിൻ്റെ രൂപത്തിലേക്ക് ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ നോക്കും അവിടെ ആ കരുണയുടെ ഈശോയുടെ അതിലേക്ക്. എന്നിട്ട് അങ്ങനെ ശരിക്കും അങ്ങനെ അങ്ങ് നോക്കി ട്യൂബ് ഫീഡിങ് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ പിതാവിന് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ എന്തോ ഒരു മനസ്സിനൊരു ഇത് തോന്നിയിട്ട് ഞങ്ങൾ കരണക്കൊന്ത ചൊല്ലിക്കൊണ്ടിരുന്നു. അപ്പം ഞാൻ അന്നേരം ഫീഡ് കൊടുക്കാൻ വേണ്ടി ഇത് പോകുന്നത്. അപ്പം ഞാൻ അവിടെയുള്ള പ്രിൻസ് അച്ഛൻ ചിരിയങ്കണ്ടത്തച്ഛനോട് പറഞ്ഞ അച്ഛാ, ഞാൻ പറഞ്ഞു അച്ഛൻ്റെ പിതാവിൻ്റെ അടുത്ത് ഒന്ന് ചെല്ലുക അച്ഛാ, പിതാവിന് ഒരു കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, സാച്ചുറേഷൻ്റെ കയറി ഇറങ്ങിയൊക്കെ ഇരിക്കുക. പക്ഷെ എന്തോ എൻ്റെ മനസ്സങ്ങനെ പറഞ്ഞു. അപ്പം അച്ഛൻ പിതാവിൻ്റെ അടുത്ത് വന്ന് ഒന്നിച്ച് കരണക്കൊന്ത ചൊല്ലി അവസാനം തലയിൽ കൈവച്ച് ഇങ്ങനെ അച്ഛൻ പ്രാർത്ഥിച്ചു. എന്നിട്ട് പിന്നെ 3 മണിക്ക് കുർബാനയിലാണെന്നും പറഞ്ഞ് അച്ഛനങ്ങ് പോയി. അത് കഴിഞ്ഞപ്പോഴാണ് അവനെ ഞാൻ ഭക്ഷണത്തിന് വിടുന്നത്. ഭക്ഷണം വിട്ട് കഴിഞ്ഞപ്പം പിന്നെ പിതാവിനിങ്ങനെ അന്നേരമാണ് പിന്നെയും പിതാവ് ഇങ്ങനെ കണ്ണ് തുറന്നിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. ഞാനിങ്ങനെ പിതാവ് പണ്ട് പറഞ്ഞുകൊണ്ടിരുന്ന സുഹൃദേവങ്ങൾ ചെവിയിൽ കൊടുത്തുകൊണ്ടിരുന്നു. പിന്നെ പറയുമായിരുന്നു, നന്മ നിറഞ്ഞ മറിയം ആ പ്രാർത്ഥന നമ്മൾ ചൊല്ലിയാൽ ഒരിക്കലും അമ്മ നമ്മളെ വിടില്ല. ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് ആ സമയത്ത് അമ്മ നമ്മുടെ അടുത്തുണ്ടാവുന്നു. അപ്പം ഞാൻ എന്നെ ഓർത്ത് പിതാവ് ഇത് പറഞ്ഞത്. അന്നേരം ഞാൻ പിതാവിൻ്റെ ചെവിയിൽ നന്മ നിറഞ്ഞ മറിയമേ അത് ഉറക്കെ ചൊല്ലി. അപ്പം ഞാൻ പറഞ്ഞു, അമ്മ അടുത്തുണ്ട് പിതാവേ, അമ്മ പിതാവിൻ്റെ കൈ പിടിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഞാനത് പിതാവിനോട് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പം പിതാവ് ഇങ്ങനെ നോക്കി കണ്ണു തുറന്ന് കുറേ നേരം ഇങ്ങനെ നോക്കി പിതാവ് തന്നെ കണ്ണടച്ചു. അപ്പം ഞാൻ അവനെ നിതിനെ വിളിച്ചു. നിതിൻ വേഗം വന്നു കഴിഞ്ഞപ്പോഴും അവനെന്തോ തോന്നി, അവൻ വേഗം ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും വെള്ളം തൊട്ട് പിതാവിന് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഈ സുഹൃദേവം ഇതിങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നു. വെള്ളം തൊട്ട് കൊടുത്തപ്പോഴും പിതാവ് പതുക്കെ ഒന്ന് കണ്ണ് തുറന്നു. അതേപോലെ തന്നെ പിതാവ് കണ്ണടച്ചു. അതേപോലെ ശാന്തമായിട്ട്